ഓം ശ്രീനാരായണ പരമഗുരവേ നമ. ഓം ശ്രീ ശാരദാംബികായേ നമ. ആത്മസഹോദരങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ചേറായി ഗൗരീശ്വര ക്ഷേത്രം. എറണാകുളം ജില്ലയിലെ പറവൂർ എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 1063 ചേറായിയിലെ പ്രമാണിമാർ ചേർന്ന് ഒരു ഈഴവ സഭ രൂപീകരിക്കുന്നതിനു വേണ്ടി വിജ്ഞാനവർദ്ധിനി എന്ന പേരിൽ ഒരു സഭ രൂപീകരിച്ചു. ഈ സഭക്കാർ ശ്രീനാരായണ ഗുരുദേവനെ കൊണ്ട് ഒരു ക്ഷേത്രം സ്ഥാപിക്കണമെന്ന് തീരുമാനിച്ചു. അതും പ്രകാരം വിജ്ഞാനവർദ്ധിനി സഭക്കാർ ഗുരുദേവനെ ഒരു സ്വീകരണം നൽകി ആദരിക്കാൻ തീരുമാനിച്ചു. ആ സ്വീകരണത്തിൽ ഗുരുദേവന് അവർ ഒരു മംഗളപത്രവും നൽകി. അതിൻ്റെ മറുപടിയായിട്ട് ഗുരുദേവൻ അവർക്ക് കുറച്ച് ഉപദേശങ്ങൾ നൽകി. വിദ്യാഭ്യാസം കൊണ്ട്, വ്യവസായം കൊണ്ട് മാത്രമേ നാടിനെ രക്ഷിക്കാൻ കഴിയൂ. ഉയർന്ന തരം വിദ്യാഭ്യാസം ചെയ്യാനും പരീക്ഷകൾ പാസ്സാകാനും എല്ലാവരെ കൊണ്ടും കഴിയില്ല. ധനശേഷിയുള്ളവർ, സാധുക്കളും വിദ്യാഭ്യാസം ചെയ്യാൻ കഴിവുള്ളവരുമായ കുട്ടികളെ താരതമ്യം വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ച് പഠിപ്പിക്കാൻ സഹായിക്കണം. ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതിലേക്കായി നമ്മുടെ കുട്ടികളെയും പ്രാപ്തരാക്കണം. സമുദായത്തിൻ്റെ ഉന്നമനത്തിനായി സ്ത്രീകളെയും പ്രാപ്തരാക്കണം. അതിനാൽ അവരെയും വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹിപ്പിക്കണം. രണ്ടാമത്തേത് വ്യവസായം കൊണ്ട് ആണ് നാടിന് അഭിവൃദ്ധി ഉണ്ടാകുന്നത്. അതിന് ധനവാന്മാർ മുഖ്യ പങ്ക് വഹിക്കണം. യന്ത്രങ്ങൾ വരുത്തി വ്യവസായം നടത്താൻ എല്ലാവരെ കൊണ്ട് കഴിയില്ല. ഒരാളെ കൊണ്ട് മാത്രം വ്യവസായം നടത്താൻ കഴിയാതെ വരുമ്പോൾ കൂട്ടായ്മയിലൂടെ അത് ചെയ്യണം. നമ്മുടെ കുട്ടികളെ വ്യവസായശാലകളിൽ വിട്ട് പഠിപ്പിക്കണം. സാഹിത്യ സമാജങ്ങളിലൂടെയും വായനശാലകളുടെ പ്രവർത്തനങ്ങളിൽ കൂടിയും ജനങ്ങളെ അറിവുള്ളവരാക്കാൻ ശ്രമിക്കണം. 1087 മകരം 9, അതായത് 1912 ജനുവരിയിൽ ഗുരുദേവൻ ഇവിടെ ഒരു സുബ്രഹ്മണ്യ പ്രതിഷ്ഠ നടത്തി. ഉപദൈവങ്ങളായി ഗണപതി, പാർവതി, പരമശിവൻ എന്നീ പ്രതിഷ്ഠകളും നടത്തി. പ്രതിഷ്ഠാനന്തരം എല്ലാ ആൾക്കാരും അവിടെ പൂജയ്ക്കായിട്ട് കഴിയുന്ന സാധനങ്ങൾ കൊണ്ടുവന്നിരുന്നു. ഇളനീര്, പനനീര്, പാല്, തൈര്, നെയ്യ് എല്ലാം കൊണ്ടുവന്ന ആൾക്കാർ എൻ്റെത് മുന്നേ എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. അത് കണ്ട് ഗുരുദേവൻ അവിടെ വാതിലിൽ നിന്ന് വിളിച്ചു ചോദിച്ചു, തേൻ കൊണ്ടുവന്നവർ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ തേൻ കൊണ്ടുവന്ന ആൾക്കാർ ഓടി മുന്നേക്ക് വന്നു. ഈ തേൻ കൊണ്ട് അഭിഷേകം ചെയ്യാനുണ്ടായ കാരണം എത്രയോ ആൾക്കാർ ഒരുമിച്ച് അധ്വാനിക്കുന്നതാണ് തേനെന്ന് പറയുന്നത്. അതേപോലെ ആദ്യമായിട്ട് ഗുരുദേവൻ തേൻ കൊണ്ടാണ് അഭിഷേകം നടത്തിയത്. അതേ മുഹൂർത്തത്തിൽ തന്നെയാണ് ഇവിടെ ശിവപ്രതിഷ്ഠയും നടത്തിയത്. പ്രതിഷ്ഠയ്ക്ക് മുമ്പ് ഇവിടെ 2 പക്ഷക്കാർ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. 1095 ഗുരുദേവൻ ഈ ക്ഷേത്രം സന്ദർശിച്ചു. ഈ അവസരത്തിൽ ഒരു വിദ്യാഭ്യാസ സഹായ നിധി രൂപീകരിക്കുന്നതിൻ്റെ പ്രാധാന്യം ഗുരുദേവൻ സഭാംഗങ്ങളെ ബോധ്യപ്പെടുത്തി. അതനുസരിച്ച് സഭയിൽ നിന്നും അർഹതപ്പെട്ടവർക്ക് സഹായം കിട്ടിത്തുടങ്ങി. സഹായം സ്വീകരിക്കുന്നവര് വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലി കിട്ടിക്കഴിയുമ്പോൾ തവണകളായി കടം വീട്ടണം. ഇതായിരുന്നു വ്യവസ്ഥ. അങ്ങനെയുള്ള വ്യവസ്ഥയിൽ നിന്നും വിദ്യാഭ്യാസം ചെയ്ത ആളാണ് ഗുജറാത്ത് ഗവർണറായിരുന്ന ശ്രീ കെ വിശ്വനാഥൻ. ഗുരുദേവൻ ചേറായിൽ വരാറുള്ളപ്പോൾ വിശ്രമിച്ചിരുന്നത് സഹോദരൻ അയ്യപ്പൻ്റെ മൂത്ത ജ്യേഷ്ഠൻ കുമ്പളത്തുപറമ്പിൽ അച്യുതൻ വൈദ്യരുടെ വീട്ടിലായിരുന്നു. അച്യുതൻ വൈദ്യർക്ക് 32-ാമത്തെ വയസ്സിൽ അസുഖം പിടിപെട്ടു.
ചരമം പ്രാപിച്ചു. അതിനുശേഷം ഗുരുദേവൻ ഇവിടെ വരുമ്പോഴെല്ലാം അച്ഛൻ ബാബയുടെ വീട്ടിലാണ് താമസിക്കാറ്. അച്ഛൻ ബാബ അന്ന് 100 രൂപ കൊടുത്താണ് SNDP യോഗത്തിൻ്റെ അംഗമായി ചേർന്നത്. 1912 പ്രസിദ്ധമായ പന്തി ഭോജനത്തിന് പങ്കു ചേർന്നതിനാൽ അച്ഛൻ ബാബയെ സമുദായം ഭ്രഷ്ട് കൽപ്പിച്ചു. ഈ ഭ്രഷ്ട് പ്രാബല്യത്തിലുണ്ടായിരുന്ന 11 വർഷക്കാലവും ഗുരുദേവൻ ഇവിടെ വരുമ്പോഴൊക്കെയും അച്ഛൻ ബാബയുടെ വീട്ടിൽ തന്നെയാണ് താമസിച്ചിരുന്നത്. 1924 കാളികുളങ്ങര നടന്ന വലിയ സമ്മേളനത്തിൽ സകല മനുഷ്യരും ക്ഷേത്രത്തിൽ പ്രവേശിക്കണമെന്ന് ഗുരുദേവൻ വിജ്ഞാപനം ചെയ്തു. അദ്വൈത ആശ്രമ അന്തേവാസികളായിരുന്ന ഹരിജനങ്ങളായ വിദ്യാർത്ഥികളെ കൊണ്ടുവന്ന് അവരോടൊപ്പം ഗുരുദേവനും ക്ഷേത്രത്തിൽ പൂജ നടത്തി. ഇതൊന്നും അവിടെയുള്ള യാഥാസ്ഥിതികർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഹീനജാതിക്കാരെ കൊണ്ടുവന്ന് ഞങ്ങളുടെ ക്ഷേത്രം അശുദ്ധമാക്കിയെന്ന് അവർ ഗുരുദേവനെ പ്രതിയാക്കി പെരുമ്പാവൂർ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു. ധന ആധാരം അസ്ഥിരപ്പെടുത്തണമെന്ന് കാണിച്ച് കാക്കനാട്ട് കുടുംബത്തിലെ മറ്റ് 2 പേർ പറവൂർ മുനിസിപ്പൽ കോടതിയിൽ അന്യായങ്ങൾക്ക് ബോധിപ്പിച്ചു. അങ്ങനെ ഈ കേസുകളെല്ലാം തള്ളിപ്പോയി. അടുത്ത കാലം വരെ ഈ ക്ഷേത്രത്തിലെ പൂജാരി കർമ്മങ്ങൾ നടത്തിയിരുന്നത് സ്ത്രീകളായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇവിടെ വെച്ചാണ് ഗുരുദേവൻ ഷൺമുഖ ദശകം എന്ന കൃതി എഴുതിയതെന്നും പറയപ്പെടുന്നു. സഹോദരങ്ങളെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു. നാളെ നമുക്ക് പുതിയൊരു ഇതുമായിട്ട് എത്തിച്ചേരാം. നന്ദി, നമസ്കാരം. ഗുരുവോ.